സൂക്ഷ്മ ശരീരവും കാരണ ശരീരവുമാണ് പുനർജന്മത്തിലേക്ക് വഴി തെളിയിക്കുന്നത്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ 2 തരത്തിലാണ് മരണം സംഭവിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ മരണം ഭൗതികമായിട്ടുള്ള, അതിന് എംപെരിക്കൽ ഡെത്ത് എന്നാണ് പറയുക. അതായത് ഈ ആത്മാവും പ്രാണനും സ്ഥൂല ശരീരത്തിൽ നിന്ന് വിട്ടുമാറുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ ആത്മാവ് സൂക്ഷ്മ ശരീരവും കാരണ ശരീരവുമായിട്ട് ബന്ധനസ്ഥനാണ്. ജീവിതം കൊണ്ട് ഉണ്ടായിട്ടുള്ള കർമ്മഫലങ്ങൾ മുഴുവൻ സ്വരൂപിച്ചു വെച്ചിട്ടുള്ളത് ഈ കാരണ ശരീരത്തിലാണ്. അങ്ങനെയുള്ള ആത്മാവ് ആണ് പുനർജന്മത്തിലേക്ക് പോകുന്നത്. കാരണം പുനർജന്മത്തിൽ കൂടെ മാത്രമേ ഒരാൾക്ക് സ്വരൂപിച്ചു വെച്ചിട്ടുള്ള കർമ്മഫലങ്ങൾ നശിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ആത്മാവിന് ഈ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും കൂടി ത്യജിക്കണം. അതാണ് സ്പിരിച്വൽ ഡെത്ത്, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള മരണം എന്ന് പറയുന്നത്. നമസ്കാരം. അഭിജ്ഞാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഗീതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമുണ്ട്. അതായത് കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സങ്കോഷകർമ്മണി. ഈ ശ്ലോകത്തെ ആദ്യത്തെ ഭാഗം, ഇതിൽ 4 സംഗതികളുണ്ട്. ഇതിൽ ഒന്ന് കർമ്മണ്യേവാധികാരത്തെ, കർമ്മത്തിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ. 2 മാ ഫലേഷു കഥാചന, ഫലത്തിൽ അധികാരം ഇല്ല. പിന്നെ മാത്തേ സങ്കോഷകർമ്മണി, കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളതിൽ നിങ്ങൾക്ക് ഒരിക്കലും താല്പര്യം ഉണ്ടാവരുത്. ഇങ്ങനെ 2, 3, 4 കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് ആദ്യത്തേത് എടുത്തു കഴിഞ്ഞാൽ കർമ്മണ്യേവാധികാരസ്ഥ എന്ന് പറഞ്ഞാൽ, അധികാരം എന്നുള്ളതിന് അധികം ആൾക്കാരും എടുക്കുന്ന അർത്ഥം അത് അർഹത എന്നുള്ള രീതിയിലാണ്. അതായത് നമുക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അർഹതയുള്ളൂ. പക്ഷേ അധികാരം എന്നുള്ളതിന് ചുമതല എന്നും അർത്ഥമുണ്ട്. അതായത് നമ്മുടെ ചുമതല കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. മാ ഫലേഷു കഥാചന, കർമ്മഫലത്തിൽ നമുക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ചുമതലയില്ല. അത് നിശ്ചയിക്കുന്നതും അത് ഉണ്ടാവുന്നതും അത് പല പല പ്രത്യേക കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഭഗവത്ഗീതയിൽ തന്നെ 18-ാം അധ്യായത്തിലെ ശ്ലോകമുണ്ട്. അതായത് 5 ഘടകങ്ങളാണ് ഏതൊരു കർമ്മത്തിൻ്റെയും വിജയപ്രാപ്തിക്ക് കാരണമായിട്ടുള്ളത്. 1 അടിസ്ഥാനം, അതായത് ശരീരം. 2 കർത്താവ്, അത് ചെയ്യുന്ന ആൾ. 3 കരണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ. 4-മത്തേത് പല വിധത്തിലുള്ള കർമ്മങ്ങൾ, ചേഷ്ടകൾ. 5-മത്തായിട്ട് പറയുന്നത് ദൈവം ജാത്ര പഞ്ചമം. എന്താണ് ഈ ദൈവം? പലരും അതിനെ വിവരിക്കുന്നത് ഈശ്വര സഹായം എന്നാണ്. ശരിക്കും ദൈവം എന്നുള്ളതിന് അതല്ല അതിൻ്റെ കാര്യം. വേദാന്തത്തിൽ ദൈവം എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത് കർമ്മഫലം എന്നാണ്. അതായത് മുജ്ജന്മ സുഹൃതം, അതാണ് പിന്നെ 5-മത്തേതായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു കർമ്മം ചെയ്യാൻ തുടങ്ങി, നമ്മൾ വളരെയധികം നല്ല മനസ്സോടും നല്ല ഉദ്ദേശത്തോടും കൂടി ഒരു കർമ്മം ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിച്ചു, അതങ്ങ് തകരാറായി. ഇങ്ങനെ അനവധി സംഭവങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. കർമ്മഫലം എപ്പോഴും നമ്മുടെ കയ്യിലല്ല. അതിന് ഒരു അദൃശ്യ ശക്തിയുണ്ട്. ആ അദൃശ്യ ശക്തിയാണ് പലരും ദൈവം എന്ന് പറയുന്നത്. പക്ഷേ വേദാന്തത്തിൽ അതിന് പറയുന്നത് ജന്മ കർമ്മഫലം. അതായത് ഓരോ കർമ്മത്തിനും ഒരു പ്രതികർമ്മമുണ്ട്. അതായത് എവറി ആക്ഷൻ ഹാസ് ഗോട്ട് എ റിയാക്ഷൻ. ഇത് ഫിസിക്സിലത്തെ ലോ ആണ്. അത് നമ്മൾ ഈ കർമ്മം ശരീരം കൊണ്ട് ചെയ്താലും മനസ്സുകൊണ്ട് ചെയ്താലും വാക്കുകൊണ്ട് ചെയ്താലും ഇതിനൊക്കെ ഒരു കർമ്മഫലമുണ്ട്. ഈ കർമ്മഫലങ്ങൾ അതിൻ്റെ കാഠിന്യം അനുസരിച്ചിരിക്കും. അതായത് അത് കർമ്മം വളരെയധികം ആലോചിച്ചുറപ്പിച്ച് നമ്മുടെ മനസ്സോടുകൂടി ചെയ്ത് എല്ലാം നമ്മുടെ മനസ്സും അതിൽ ഉൾക്കൊടുത്ത് ചെയ്യുന്ന കർമ്മമാണെങ്കിൽ അതിന് വളരെ ഇൻറ്റൻസ് ആക്ടിവിറ്റി എന്നാണ് പറയാം. നേരെ മറിച്ച് നമ്മുടെ മനസ്സതിൽ നിൽക്കാതെ നമ്മൾ വെറുതെ മെക്കാനിക്കലായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ ലെസ് ഇൻറ്റൻസ് എന്ന് പറയും.
സാമാന്യ കർമ്മങ്ങളൊക്കെ ഇത് രണ്ടിനും ഇടയ്ക്കാണ് വരിക. അപ്പോൾ ഇതിൽ ഈ ഇൻറ്റൻസ് ആയിട്ട് ചെയ്യുന്ന, അതായത് വളരെ ദൃഢനിശ്ചയത്തോടും വളരെ കാഠിന്യത്തോടും കൂടി ചെയ്യുന്ന ഒരു കർമ്മം, മനസ്സുറപ്പിച്ച് ചെയ്യുന്ന ഒരു കർമ്മത്തിൻ്റെ ഫലം ഒരുപക്ഷെ അപ്പം തന്നെ കിട്ടിയിരിക്കും. നേരെ മറിച്ച് മറ്റുള്ള കർമ്മങ്ങളുടെ ഫലം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അത് അപ്പം തന്നെ കിട്ടിയിരിക്കില്ല. അതൊക്കെ ഓരോ മനസ്സിൻ്റെ ഈ സൂക്ഷ്മതലങ്ങളിൽ അത് ഒരു വാസനയായിട്ട് അവിടെ സൂക്ഷിക്കപ്പെടും. ആ വാസനകളാണ് പിന്നീട് ഒരു ഈ ശരീരത്തിൻ്റെ കാരണശരീരം എന്നുള്ള ഭാഗത്തിലേക്ക് എത്തുന്നത്. അതാണ് ഈ പുനർജന്മത്തിലേക്ക് നയിക്കുന്ന വസ്തു. അതായത് ശരീരത്തിനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. സൂക്ഷ്മ ശരീരവും കാരണശരീരവുമാണ് പുനർജന്മത്തിലേക്ക് വഴി തെളിയിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് മരണം സംഭവിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ മരണം ഭൗതികമായിട്ടുള്ള, അതിന് എംപെരിക്കൽ ഡെത്ത് എന്നാണ് പറയുക. അതായത് ഈ ആത്മാവും പ്രാണനും സ്ഥൂല ശരീരത്തിൽ നിന്ന് വിട്ടുമാറുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ ആത്മാവ് സൂക്ഷ്മ ശരീരവും കാരണശരീരവുമായിട്ടുള്ള ശരീരവുമായിട്ട് ബന്ധനസ്ഥനാണ്. അങ്ങനെയുള്ള ആത്മാവ് ആണ് ഈ പുനർജന്മത്തിലേക്ക് പോകുന്നത്. കാരണം പുനർജന്മത്തിൽ കൂടെ മാത്രമേ ഒരാൾക്ക് ഈ കർമ്മങ്ങൾ, സ്വരൂപിച്ച് വച്ചിട്ടുള്ള കർമ്മങ്ങൾ മുഴുവൻ നശിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഈ സ്വരൂപിച്ച് വെച്ചിട്ടുള്ള കർമ്മഫലങ്ങൾ, നമ്മുടെ അനവധി ജീവിതം കൊണ്ട് ഉണ്ടായിട്ടുള്ള കർമ്മഫലങ്ങൾ മുഴുവൻ സ്വരൂപിച്ച് വെച്ചിട്ടുള്ളത് ഈ കാരണശരീരത്തിലാണ്. ഇത് വലിയൊരു സ്റ്റോർ ഹൗസാണ്. ഈ സ്റ്റോർ ഹൗസ് ആണ് നോക്കുന്നത് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ആണ് നമ്മൾ പ്രാവർത്തികമായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് പ്രാരാബ്ധ കർമ്മം. അതാണ് ഒരു ജീവിതം. ഈ പ്രാരാബ്ധ കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് കർമ്മഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് ആർജിത കർമ്മം എന്ന് പറയുന്നത്. ഈ ആർജിത കർമ്മം സഞ്ചിത കർമ്മത്തിൽ യോജിപ്പിക്കും. അപ്പോൾ അതായത് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു സ്റ്റോർ ഹൗസ് ഉണ്ട്, ഒരു വലിയ ഒരു ബാഗുണ്ട് കർമ്മഫലത്തിൻ്റെ. ആ കർമ്മഫലം ആണ് നമ്മളെ ജീവമരണ ആത്മകമായിട്ടുള്ള ആ ജീവിത ചക്രത്തിലേക്ക്, അതായത് സംസാരത്തിലേക്ക് നയിക്കുന്നത്. ഇതിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് മോക്ഷം. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ആത്മാവിന് ഈ സൂക്ഷ്മ ശരീരവും ഈ കാരണശരീരവും കൂടി ത്യജിക്കണം. അതാണ് സ്പിരിച്വൽ ഡെത്ത്, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള മരണം എന്ന് പറയുന്നത്. അതാണ് അവസാനത്തെ. അപ്പോൾ കർമ്മം കൊണ്ട് നിനക്ക് കിട്ടുന്ന എല്ലാ കർമ്മഫലങ്ങളും അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടതാണെന്ന് കൂടി ഇതിനർത്ഥമുണ്ട്. അതായത് ഒരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കണം, സ്വാർത്ഥത കളയണം, നിസ്വാർത്ഥ സേവനം, അതാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നത്തെ പറയുന്നത് എന്താ? കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരുതായിട്ട് താല്പര്യം ഉണ്ടാവരുത്. നമുക്കൊരിക്കലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ശരീരം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എല്ലാ അവയവങ്ങളും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടാണ് ആ ശരീരമൊക്കെ ക്ഷയിച്ച് പോകുന്നത്. ഈ പ്രായമാവുന്നതിൻ്റെ ഒരു കാരണം ഇത് അനവരതം പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ശരീരം അല്ലെങ്കിൽ ഏതൊരു ജീവിയുടെ ശരീരം ഒരു മെഷീനാണ്. ആ മെഷീനും മറ്റുള്ള നമ്മുടെ സാധാരണ മെഷീനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് സ്വയം റിപ്പയർ ചെയ്യുന്നതാണ്. ഈ റിപ്പയറിങ് കപ്പാസിറ്റി കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ ഇല്ലാതെയാവും. അതുകൊണ്ടാണ് ഈ ക്ഷീണം വരുന്നതും ക്ഷയം വരുന്നതും പ്രായമാവുന്നതും. അത് കഴിഞ്ഞ് അതോടുകൂടി ഈ കർമ്മഫലങ്ങൾ, പ്രാരാബ്ധ കർമ്മങ്ങൾ കഴിയുന്നതോ അതനുസരിച്ച് പ്രായവും കൂടി വരും. അതിന് അതിൻ്റെ ആ പ്രാരാബ്ധ കർമ്മങ്ങൾ അത് കഴിയുന്നതോടുകൂടി മരണവും സംഭവിക്കും. ആ മരണം സംഭവിക്കുന്നത് ആദ്യത്തെ എന്താ? ഭൗതികമായിട്ടുള്ള മരണമാണ്. അതായത് എംപെരിക്കൽ ഡെത്ത്, അതായത് സ്ഥൂല ശരീരത്തിനെ ത്യജിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ കാണുന്ന മരണം. മറ്റേ മരണം നമ്മൾ കാണുന്നില്ല. പിന്നെ അവസാനത്തെ ഈ സ്പിരിച്വൽ ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരണമെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ ആത്മാവ് പരമാത്മാവായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ആത്മാവ് പരമാത്മാവാണെന്ന് ഉള്ള ആ ജ്ഞാനം വരുന്നു.
അതാണ് ശരിക്കും പറഞ്ഞാൽ മോക്ഷം. ആ സമയത്ത് നമ്മുടെ ആ ഇൻഡിവിജ്വാലിറ്റി ഓർ വ്യക്തിത്വം എന്നുള്ളത് ഇല്ലാതെയാവുന്നു. അപ്പോൾ പിന്നെ ഈ ജീവാത്മ എന്നൊരു സംഭവം ഇല്ല, അവിടെ പരമാത്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വ്യക്തിത്വം നഷ്ടപ്പെടുന്നു. ഇതാണ് ആത്മീയമായിട്ടുള്ള മരണത്തിൻ്റേത്. അപ്പോൾ ജനനവും മരണവും കർമ്മഫലങ്ങളാണ് നിശ്ചയിക്കുന്നത്. ഒരാളുടെ കർമ്മവും അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളുമാണ് നമ്മളെ ഓരോരോ ജന്മത്തിലും ജനിപ്പിക്കുന്നതും അത് കഴിഞ്ഞ് മരണം സംഭവിക്കുന്നതും മരണത്തിന് ശേഷം വീണ്ടും ആത്മാവ് വേറൊരു ശരീരം എടുക്കുന്നതും. ഇത് കർമ്മം, ഈ കർമ്മഫലങ്ങൾ നശിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഓരോ ജീവിതവും. ഇപ്പം നമ്മൾ ജനിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, അതായത് നമ്മൾ അടുത്ത തവണ ജനിക്കുമ്പോൾ മനുഷ്യനായിട്ട് തന്നെ ജനിക്കുമോ? ഇതിന് 5000 വർഷം മുമ്പേ മഹർഷീശ്വരന്മാർ ഇതിനൊരു മറുപടി തന്നിട്ടുണ്ട്. അതായത് കർമ്മഫലം അവസാനിപ്പിക്കാൻ വേണ്ടി ആ കർമ്മഫലത്തിൻ്റെ അതിൻ്റെ സ്വഭാവവും അതിൻ്റെ കാഠിന്യവും അനുസരിച്ച് നമ്മൾ പല പല ജീവികളായിട്ടായിരിക്കും ചിലപ്പോൾ ജനിക്കുക. മനുഷ്യനായിട്ട് മാത്രം ജനിച്ചോളുന്നില്ല, വേറെ ഏതെങ്കിലും ജീവികളായിട്ട് ജനിക്കാം. ജീവികളായിട്ട് മാത്രമല്ല, സസ്യങ്ങളായിട്ടും മരങ്ങളായിട്ടും കൂടി ജനിക്കാമെന്ന് പറയണം. അതായത് കർമ്മഫലത്തിനനുസരിച്ച് പിന്നീടുള്ളൊരു ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യനാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ സാധാരണ ആത്മീയ ആയിട്ടുള്ള അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ, സാത്വികനായിട്ടുള്ള ഒരാൾ മരിക്കുമ്പോൾ സാധാരണ ഇതിലും നല്ലൊരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. അത് ഭഗവത്ഗീതയിൽ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതായത് നിഷ്കാമ കർമ്മം, യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാതെയുള്ളൊരു, അതായത് കർമ്മഫലത്തെ പറ്റി ചിന്തിക്കാതെ ഉള്ള ഒരു കർമ്മം ചെയ്യുക, അത് എൻ്റെ ചുമതലയാണത് എന്നുള്ള തരത്തിലുള്ള കർമ്മം. ആ കർമ്മം ചെയ്യുന്നതോടുകൂടി നിസ്വാർത്ഥ സേവനം, അതായത് കർമ്മഫലങ്ങൾ അപ്പോഴും വരും. ആ കർമ്മഫലങ്ങൾ വരുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, അതാണ് നിസ്വാർത്ഥമായിട്ടുള്ള, സ്വാർത്ഥത ഇല്ലാതിരിക്കുക. അപ്പോൾ നിഷ്കാമ കർമ്മം, നിസ്വാർത്ഥ സേവനം, നിത്യാനന്ദ ദർശനം, അതാണ് കർമ്മയോഗം.